രണ്ട് രാജാക്കന്മാർ അധ്യായം 4. പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീ നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട്, ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് എന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. ഒരിക്കൽ എലീഷ ഷൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഷൂനേംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുമ്പിൽ നിന്നു. എലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ? അവൾ പറഞ്ഞു, ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ്. എലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്ന് നിന്നു. എലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുതേ. എലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, അയ്യോ, എൻ്റെ തല വേദനിക്കുന്നു. പിതാവ് ഭൃത്യനോട് പറഞ്ഞു, അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കൽ ആക്കി. ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ അവനെ മുകളിൽ കൊണ്ടുവന്ന് ദൈവപുരുഷൻ്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഒരു വേലക്കാരനെയും കഴുതയെയും ഇങ്ങോട്ട് അയക്കുക. ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ. അവൻ ചോദിച്ചു, നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസ്യോ സാബത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. കഴുതയ്ക്ക് ജീനിയിട്ടതിന് ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിക്കുക, ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത്. അവൾ കാർമൽ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, അതാ ഷൂനേംകാരി. ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക. സുഖം തന്നെ, അവൾ പറഞ്ഞു. അവൾ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുന്നോട്ട് വന്നു. എന്നാൽ
ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പ്രഭു, ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടോ? എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൻ ഗഹസിയോട് പറഞ്ഞു, അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയും എടുത്ത് ചെല്ലുക. വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയുമരുത്. എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു. ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല. അവൻ മടങ്ങി വന്ന് എലീഷായോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു. എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. എലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. എലീഷ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. അവൾ വന്നു. എലീഷ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവൻ്റെ പാദത്തെങ്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. എലീഷ വീണ്ടും ഗിൽഗാലിലെത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. അവരിലൊരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു. അനന്തരം അവിയൽ വിളമ്പി. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. അപകടം നീങ്ങിയിരുന്നു. ബാൽഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലിയപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീഷ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. Chapter 4. A certain woman, the widow of one of the guild prophets, complained to Elisha, My husband, your servant, is dead. You know that he was a God-fearing man, yet now his creditor has come to take my 2 children as his slaves. How can I help you? Elisha answered her. Tell me what you have in the house. This servant of yours has nothing in the house but a jug of oil, she replied. Go out, he said, borrow vessels from all your neighbors, as many empty vessels as you can. Then come back and close the door on yourself and your children. Pour the oil into all the vessels, and as each is filled, set it aside. She went and did so, closing the door on herself and her children. As they handed her the vessel, she would pour in oil. When all the vessels were filled, she said to her son, Bring me another vessel. There is none left, he answered her. And then the oil stopped. She went and told the man of God, who said, Go and sell the oil to pay off your creditor. With what remains, you and your children can live. One day Elisha came to Shunem, where there was a woman of influence who urged him to dine with her. Afterward, whenever he passed by, he used to stop there to dine. So she said to her husband, I know that he is a holy man of God,
Since he visits us often, let us arrange a little room on the roof and furnish it for him with a bed, table, chair, and lamp, so that when he comes to us he can stay there." Some time later Elisha arrived and stayed in the room overnight. Then he said to his servant Gehazi, "Call this Shunammite woman." He did so, and when she stood before Elisha, he told Gehazi, "Say to her, you have lavished all this care on us. What can we do for you? Can we say a good word for you to the king or to the commander of the army?" She replied, "I am living among my own people." Later Elisha asked, "Can something be done for her?" "Yes," Gehazi answered, "she has no son, and her husband is getting on in years." "Call her," said Elisha. When she had been called and stood at the door, Elisha promised, "This time next year you will be fondling a baby son." "Please, my lord," she protested, "you are a man of God. Do not deceive your servant." Yet the woman conceived, and by the same time the following year she had given birth to a son, as Elisha had promised. The day came when the child was old enough to go out to his father among the reapers. "My head hurts," he complained to his father. "Carry him to his mother," the father said to his servant. The servant picked him up and carried him to his mother. He stayed with her until noon, when he died in her lap. The mother took him upstairs and laid him on the bed of the man of God. Closing the door on him, she went out and called to her husband, "Let me have a servant and a donkey. I must go quickly to the man of God, and I will be back." "Why are you going to him today?" he asked. "It is neither the new moon nor the Sabbath." But she bade him good-bye, and when the donkey was saddled, said to her servant, "Lead on. Do not stop my donkey unless I tell you to." She kept going till she reached the man of God on Mount Carmel. When he spied her at a distance, the man of God said to his servant Gehazi, "There is the Shunammite. Hurry to meet her and ask if all is well with her husband, and with the boy." "Greetings," she replied. But when she reached the man of God on the mountain, she clasped his feet. Gehazi came near to push her away, but the man of God said, "Let her alone. She is in bitter anguish. The Lord hid it from me and did not let me know." "Did I ask, my lord, for a son?" she cried out. "Did I not beg you not to deceive me?" "Gird your loins," Elisha said to Gehazi. "Take my staff with you and be off. If you meet anyone, do not greet him, and if anyone greets you, do not answer. Lay my staff upon the boy." But the boy's mother cried out, "As the Lord lives, and as you yourself live, I will not release you." So he started to go back with her. Meanwhile Gehazi had gone on ahead and had laid the staff upon the boy, but there was no sound or sign of life. He returned to meet Elisha and informed him that the boy had not awakened. When Elisha reached the house, he found the boy lying dead. He went in, closed the door on them both, and prayed to the Lord. Then he lay upon the child on the bed, placing his mouth upon the child's mouth, his eyes upon the eyes, and his hands upon the hands. As Elisha stretched himself over the child, the body became warm. He arose, paced up and down the room, and then once more lay down upon the boy, who now sneezed 7 times and opened his eyes. Elisha summoned Gehazi and said, "Call the Shunammite." She came at his call, and Elisha said to her, "Take your son." She came in and fell at his feet in gratitude. Then she took her son and left the room. When Elisha returned to Gilgal, there was a famine in the land. Once when the guild prophets were seated before him, he said to his servant, "Put the large pot on, and make some vegetable stew for the guild prophets." Someone went out into the field to gather herbs, and found a wild vine, from which he picked a clothful of wild gourds. On his return he cut them up into the pot of vegetable stew without anybody's knowing it. The stew was poured out for the men to eat, but when they began to eat, they exclaimed, "Man of God, there is poison in the pot," and they could not eat it. "Bring some meal," Elisha said. He threw it into the pot and said, "Serve it to the people to eat." And there was no longer anything harmful in the pot. A man came from Baal Shalisha, bringing the man of God 20 barley loaves made from the first fruits, and fresh grain in the ear. "Give it to the people to eat," Elisha said.
But his servant objected, "How can I set this before 100 men?" "Give it to the people to eat," Elisha insisted. "For thus says the Lord, they shall eat, and there shall be some left over." And when they had eaten, there was some left over, as the Lord had said.